തങ്കം ഗ്ലീറ്റേഴ്സ് പെൺപുലി സംഘടനയുടെ പ്രസിഡന്റ് തങ്കം ഗ്ലീറ്റേഴ്സ് എൻ്റെ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ചേട്ടത്തിയാണ്. വളരെ നല്ല കുട്ടി. ആ കുട്ടി താമസിയാതെ രാഷ്ട്രീയത്തിൽ വലിയ പദവിയിലെത്തുമെന്നും പറഞ്ഞു. പിന്നെ അവർക്ക് എങ്ങനെ അറിയാം എൻ്റെ കാര്യമൊക്കെ? അവരുടെ 2 ബന്ധുക്കളോ നാത്തൂൻ അവരുടെ ഈ സംഘടനയ്ക്കകത്തുണ്ട്. അവരെന്ന് പറഞ്ഞിട്ടുള്ളേ നിങ്ങളുടെ വിജയകാരുണ്യ പ്രവർത്തനത്തെ കുറിച്ച്. സത്യം. അതുകൊണ്ടെന്താ കൂലി പറഞ്ഞപ്പോൾ 200 അധികം കിട്ടി. അത് 100 രൂപ. ഓ വേണ്ട, നീ പണിയെടുത്തോ, നീ തന്നെ എടുത്തോ. അതൊന്നും വേണ്ട. എന്നാലും അങ്ങനെ പറഞ്ഞല്ലേ? അവർക്ക് എല്ലാവർക്കും അറിയാവുന്നേ. എനിക്കാണ് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഇതിപ്പോ നീ ആയതുകൊണ്ട് വന്ന് പറഞ്ഞ്. ക്ലീറ്റർ ആയിരുന്നെങ്കിലോ മിണ്ടി കൊടുക്കുവോ? പറയില്ല, മിണ്ടാതിരിക്കും. കാരണം ഞാൻ ഇച്ചിരി പൊങ്ങി പോയാലോ. ചേട്ടത്തി മനസ്സിൽ ഉന്നം വെച്ചോ, നിങ്ങൾ കാത്തിരുന്ന ദിവസം നിങ്ങളെ തേടി വരും. എവരി ഡോഗാസയുടെ എന്നാണല്ലോ. അതെന്താ ചീത്ത വാക്കല്ലേ? അല്ല, നിങ്ങൾ ഒരു പദവിയിലെത്തും. അപ്പൊ PA ഞാനായിരിക്കും, അത് മറക്കരുത്. ചേച്ചി അച്ചാച്ച വന്ന ചേച്ചി വന്നില്ലേ? ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എന്താ ചേച്ചി എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. ആ ചന്തയിലോട്ട് പോണ വഴിക്ക് ഒരു മീൻകടയില്ലേ, അവിടുന്ന് മീൻ വാങ്ങിക്കരുത് അവിടുത്തെ ചീത്ത മീനാണെന്ന്. ഏട്ടന് എത്ര പറഞ്ഞാലും അച്ചാച്ചൻ കേൾക്കത്തില്ല. അവിടുന്ന് തന്നെ മീൻ വാങ്ങിച്ചോണ്ട് വരും. ഇന്നും വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ചീത്ത മീൻ. എന്താണെന്നറിയോ ചീത്ത മീൻ വാങ്ങിക്കുന്നത്? അപ്പൊ പിന്നെ കുറച്ച് പൈസ ലാഭിക്കാമല്ലോ. ബാക്കി പൈസ തന്റെ ഞാൻ കേട്ടു. ഒരു കാര്യം ചെയ്യും, മൊത്തം പൈസ തിരിച്ചു തന്നേക്കാം. ആ കൊണ്ടുവന്ന ചീഞ്ഞ മീനിഞ്ഞിട്. അത് ഞാൻ ജിത്തുവിന് കോളേജിൽ കൊണ്ടുപോകാൻ വറുത്ത് വെച്ച്. ഓ, ഇപ്പൊ ജിത്തുമ്പോ ബുക്കിന് ഒരു വറുത്ത മീനും കൊണ്ടാണോ കോളേജിൽ പോകുന്നത്? അയ്യോ, ഊള കോമഡി അടിക്കുന്നു. എന്റെ പൊന്നുമോനെ, നീ എന്തിനാടാ പിന്നെയും പിന്നെ ഇങ്ങനെ ചെയ്യുന്നത്? നിന്നോട് പറഞ്ഞതല്ലേ മോനെ. അത് കാര്യമാക്കണം, നേരത്തെ ഒന്ന് പൊക്കി വെച്ചെന്റെ. ലുക്ക് ലേഡീസ്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ രോഗം മറച്ചു വെച്ച് ഗുളിക തരുന്നതും രോഗം അറിഞ്ഞിട്ട് ഗുളിക തരുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ മീൻകാർ പഴുത്ത മീനാന്ന് പറഞ്ഞു തരുന്നു, മറ്റുള്ളവർ പറയുന്നില്ല. അപ്പൊ ഇത്ര നാളും എന്റെ അടുത്ത് അടിച്ചു മാറ്റിയ പൈസ താ. ലില്ലിപ്പെണ്ണ് എന്റെ അടുത്ത് കണക്ക് പറഞ്ഞ പൈസ ചോദിച്ചു തുടങ്ങിയോ? ആ, തുടങ്ങി. കൊച്ചുനാളിൽ ഈ ലില്ലിപ്പെണ്ണിനെ നിർത്തിക്കോ. സൺഡേ സ്കൂളിൽ എടുത്തോണ്ട് പോയ കാര്യമല്ലേ, എനിക്ക് കേൾക്കണ്ട. അത് ഒത്തിരി പറഞ്ഞു. ഇത് പുതിയ സാധനം, ചേട്ടത് കേൾക്കണം. കൊച്ചുനാളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലോട്ട് പോയപ്പോൾ പട്ടി ഓടിച്ച് ഇവിടെ റോഡിൽ വീണ് കാലയിലെ നഖവിളകി ചോരേൽപ്പിച്ച കാലുമായിട്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ അടുത്ത് ഒന്ന് അറിഞ്ഞു പറഞ്ഞപ്പോൾ തീപ്പട്ടിപ്പടത്തിൽ ഒരു പീസിളക്കി നഖത്തിന് അവിടെ ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അന്ന് ഈ കണ്ടുപോയോ?